ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മാസം നല്ല ബുള്ളിഷിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഒരു 4 മാസമായിട്ട് റേഞ്ചിലാണ്. പ്രൈസ് നല്ല ബുള്ളിഷിലായിരുന്നു. ഇപ്പോൾ പ്രൈസ് നല്ലൊരു എക്സ്ട്രീം പ്രീമിയത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ റേഞ്ചിലാണ് നിൽക്കുന്നത്. റേഞ്ചിൽ നിൽക്കണമെങ്കിൽ ഒരു ബൈ എൻട്രി ഒക്കെ ഒരുപാട് ആളുകൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പല സമയത്ത് ഈ കൺസൾട്ടേഷൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ നല്ല കൺഫർമേഷൻ തരും, ചിലപ്പോൾ ലിക്വിഡിറ്റി എടുത്ത് വീണ്ടും പ്രൈസ് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആഴ്ച എന്താണ് സംഭവിച്ചത്, ഈ മാസം എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച പ്രൈസ് ഓപ്പൺ ചെയ്ത് തന്നെ വലിയൊരു ബിയറിഷ് ക്യാപ്പിലാണ്. ഞാൻ എടുത്തു പറയാറുള്ളൊരു കാര്യമാണ്, പ്രൈസ് ബുള്ളിഷിലേക്ക് പോയ സമയത്ത് ഒരു ബുള്ളിഷ് ക്യാപ്പ് എപ്പോഴും പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രൈഡേ ഓപ്പൺ ക്ലോസ് ഒരു ബൈ എടുത്ത് നിന്ന് കഴിഞ്ഞാലും മൺഡേ തന്നെ നല്ല പ്രോഫിറ്റ് കിട്ടിയെന്ന് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാം അല്ലേ. പക്ഷേ അതേപോലെ തന്നെ പ്രൈസ് ഇറങ്ങുന്ന സമയത്തും ആ ഒരു സംഭവം കാണാം. ഇപ്പോൾ നോക്കിയ പ്രൈസ് ഈ ഒരു കഴിഞ്ഞിട്ട് മുമ്പത്തെ ആഴ്ച പ്രൈസ് ഇവിടെ നിന്നാണ് ഓപ്പൺ ചെയ്തത് അല്ലേ. ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഓപ്പൺ ചെയ്തത്. പ്രൈസ് ഒരു ബിയറിഷ് ക്യാപ്പിൽ. അപ്പോൾ അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സൈനാണ് അടുത്ത വട്ടം വീണ്ടും അത് സംഭവിക്കുക. അടുത്ത വട്ടം സംഭവിച്ചു നോക്കി അതിനേക്കാളും ഇരട്ടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീക്കെൻഡ് ഹോൾഡ് ചെയ്യാനായിട്ട്. ഒരു വീക്കെൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അനാലിസും കാര്യങ്ങൾ നടത്തുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ല രീതിയിൽ മാനിപ്പുലേറ്റഡ് ആണ് മാർക്കറ്റ്. ഇപ്പം നിൽക്കുന്ന മാർക്കറ്റ് എന്ത് ന്യൂസ് കണ്ടു കഴിഞ്ഞാലും എന്ത് സ്പീച്ച് ഇട്ട് കഴിഞ്ഞാലും അപ്പോഴത്തേക്കും എസ്പെഷ്യലി നമ്മുടെ വാറിനെ സംബന്ധിച്ചൊരു സ്പീച്ച് കണ്ടു കഴിഞ്ഞാൽ പ്രൈസ് എല്ലാ പേരും ഒരേപോലെ തന്നെ അങ്ങോട്ട് മൂവ് ചെയ്യണതാണ്. അപ്പോഴൊക്കെ ശ്രദ്ധിക്കണം വീക്കെൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഈ ആഴ്ച നല്ല ബുള്ളിഷായിരുന്നു. 4 ആഴ്ചയായിട്ട് പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രൈസ് നമ്മുടെ ഡേയുടെ ഒരു OBയിൽ നിന്നും വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് പ്രൈസ് എന്ത് ചെയ്തത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പ്രൈസ് 4100 അവിടെ നിന്ന് പ്രൈസ് ഏകദേശം $900, ഏകദേശം ഒരു $800 പ്രൈസ് അവിടെ നിന്ന് മൂവ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു പ്രോഫിറ്റ് അവർ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരാഴ്ച പ്രൈസ് അല്ല ബിയറിഷിൽ നിന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ മിക്കവാറും വിചാരിച്ച് ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം പ്രൈസ് ഇറങ്ങിപ്പോരാന്ന് വിചാരിച്ചു. പക്ഷേ പ്രൈസ് അതൊന്നും സംഭവിച്ചൊന്നുമില്ല. പ്രൈസ് എന്ത് ചെയ്തു, അത് എടുത്തതിന് ശേഷം പ്രൈസ് വീണ്ടും കയറി. അപ്പോൾ നമുക്ക് ഈ ഒരു 5 ഡേയ്സ് എടുത്ത് നോക്കിയാൽ ഈ ഒരു 5 ഡേയ്സിലും ഏകദേശം അതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്ത് നേരെ കയറി പോരുകയാണ് ചെയ്തത്. അത് തന്നെ ഇവിടെ വീണ്ടും കഴിഞ്ഞ ആഴ്ച സംഭവിച്ച അതേ കാര്യം തന്നെ ഈ ആഴ്ചയും ഇവിടെ സംഭവിച്ചു. ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി പ്രൈസ് ഒന്നും കൂടി ഇറങ്ങിയ ശേഷം ഉണ്ട് പ്രൈസ് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി പ്രൈസ് വീണ്ടും നല്ല രീതിയിൽ ഇറങ്ങിയാണ് പോയത് അല്ലേ. വീണ്ടും ഇറങ്ങിയിട്ട് പ്രൈസ് കയറി പോവുകയാണ് ചെയ്തത്. സെയിം ഇത് തന്നെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച 2 ബിയറിഷ് ക്യാൻഡിലും 3 ബുള്ളിഷ് ക്യാൻഡിലും അത് തന്നെയാണ്. കഴിഞ്ഞിട്ട് മുമ്പത്തെ ആഴ്ച 2 ബിയറിഷ് ക്യാൻഡിലും 3 ബുള്ളിഷ് ക്യാൻഡിലും അത് തന്നെ ഏകദേശം സെയിം ആയിട്ട് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നീട് നമ്മളൊരു ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ വെനസ്ഡേയിലത്തെ ഒരു നല്ലൊരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു. ഇത് നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ. ഇതിൻ്റെയൊക്കെ ഹൈ എടുത്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു പവർഫുൾ റിയാക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഏകദേശം അതേപോലെ തന്നെ നടന്നു. നമുക്ക് 4 hourലേക്ക് വരാം. 4 hour ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേയുടെ, സെക്ഷൻ്റെ, പിന്നെ 50 മിനിറ്റ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ട്രേഡ്സുകൾ. ചെറിയ ട്രേഡുകളാകുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വലിയ മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്യുന്നതിന് പകരം ഒരു $10, $20, $30 മാക്സിമം ഒരു $30 വരെ നിങ്ങൾ ക്യാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 10, 30, $40 മൂവ്മെൻറ്റ്സ് കിട്ടി. ഏകദേശം 300, 400 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്സ് കിട്ടി നല്ല പ്രോഫിറ്റ്. പക്ഷേ അത് കൂടുതൽ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും സ്റ്റോപ്പ് ലോസോ ബ്രേക്ക് ഇവൻ അടിക്കാം, കൂടുതൽ നഷ്ടം വരാനുള്ള ട്രേഡുകളിലേക്ക് മാറും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 hourൻ്റെ OBയിലാണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ ട്രേഡ് എടുത്ത് പോയത്. പക്ഷേ പ്രൈസ് തിരിച്ച് കയറി വന്നു. മൺഡേ തന്നെ പ്രൈസ് ഇതിൽ കയറി വന്നു. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബാണ് നടത്തുന്നതെങ്കിൽ ഞാൻ എടുത്ത് പറഞ്ഞതാണ് പ്രൈസ് ഒരു പുൾ ബാക്ക് ഉണ്ടാകുന്നത്. പക്ഷേ പ്രൈസ് ഈ ലോ വരെ പോകാണ്ട് വീണ്ടും അതേ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി പ്രൈസ് ഇറങ്ങിപ്പോയി. നമുക്ക് 1 hourലേക്ക് വന്നു കഴിഞ്ഞാൽ 1 hourൽ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റേർണലോ കാര്യങ്ങളൊക്കെ നമുക്ക് കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇൻറ്റേർണൽ ആണെങ്കിൽ ഇത് ഇൻറ്റേർണലാണ്. ഇവിടുത്തെ ഈ ഒരു OBയിൽ വന്ന് ടച്ച് ചെയ്ത് ഈ OB ടച്ച് ചെയ്ത് ഫെയിൽ ആകാതെ തന്നെ അവിടെ നിന്ന് തന്നെ കയറിപ്പോയത്. ഓക്കെ, പലപ്പോഴും പ്രൈസ് ഈ ലോ എടുക്കുമ്പോഴത്തേക്കും വീണ്ടും റിയാക്ഷൻ നടന്നുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ട്രേഡ് നോക്കിയെങ്കിലും, അതായത് നമ്മുടെ 50 മിനിറ്റിലെ OBയിൽ വന്നിട്ടാണ് പ്രൈസ് ആ മിറ്റിഗേഷൻ നടത്തിയത്. നമ്മൾ ഓൾറെഡി മെൻറ്റർസ് ഗ്രൂപ്പിൽ ഇട്ടതാണ് അവിടെ നിന്നുള്ള റിയാക്ഷൻ. അപ്പോൾ അവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് പോയെങ്കിലും നല്ലൊരു റിയാക്ഷൻ നമുക്ക് കിട്ടി. പക്ഷേ
അതേപോലെ തന്നെ പ്രൈസ് അതിന് ശേഷമുള്ള ന്യൂസും കാര്യങ്ങളിലും പ്രൈസ് കയറി വന്ന് ഇവിടെ നിന്ന് എങ്ങനെയാണോ പ്രൈസ് ഇറങ്ങിപ്പോകുന്നത് അതേപോലെ തന്നെ 15 OBയിൽ മുകളിലത്തെ OBയിൽ നിന്നും പ്രൈസ് ഇറങ്ങിയിരിക്കണം. ഇനിയും പ്രൈസ് ഇറങ്ങുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് പലപ്പോഴും ഉണ്ടാക്കുന്ന ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് പ്രൈസ് പക്കയായിട്ട് മിറ്റിഗേറ്റ് ചെയ്ത് തീർത്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് മൺഡേ ചിലപ്പോൾ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ ഒരു ഐഡിയ എടുക്കാം, ചിലപ്പോൾ എടുക്കാതെയും കയറാം. നിങ്ങൾക്കൊരു ബൈ കിട്ടുന്ന ചാൻസുകൾ പരമാവധി യൂസ് ചെയ്യുക, പ്രീവിയസ് ഹൈ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സെല്ല് കിട്ടുന്നത് ഇതേപോലെ തന്നെ OBയിലൊക്കെ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് ആ സെല്ലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പോൾ നല്ല ട്രേഡ്സുകളുള്ള ദിവസങ്ങളിനേക്കാളും കൂടുതൽ പിപ്സ് മൂവ്മെൻറ്റ്, കൂടുതൽ ടാർഗറ്റ് അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ റേഞ്ച് ബിസിനസ്സിൽ. എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ട്രേഡുകളാണെങ്കിൽ ഒരു ദിവസം തന്നെ 4-5 ട്രേഡ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ നോക്കിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെക്ഷനൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇൻറ്റേണലി 50 മിനിറ്റ് ഇൻറ്റേണൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ പോയിട്ട് ഒരുപാട് ഇൻറ്റേണൽ എടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ഇൻറ്റേണലൊക്കെ പോയി നോക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ലോയ്ക്ക് നോക്കിയാൽ ഇവിടെ ഐഡിയും എടുത്തു, പ്രൈസ് ഈ ഒരു പൊസിഷനിൽ വന്ന് കയറി. അപ്പോൾ അവിടെ സെക്ഷൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെക്ഷൻ്റെയും ചിലപ്പോൾ കാണാൻ പറ്റും. ട്രേഡിംഗ് വ്യൂവിന് എന്തൊരു പ്രോബ്ലം ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ഹൈ എടുത്തു കഴിയുമ്പോൾ 830 എന്നുള്ള പൊസിഷൻ റിജക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നല്ല സപ്പോർട്ട് വരാനുള്ള സാധ്യത ഉള്ള ഏരിയയാണ് ഈ പറയുന്ന 780 ഒരു പൊസിഷനിൽ. ഇവിടെ നോക്കിയാൽ വീണ്ടും പ്രൈസ് ഈ ഒരു ഹൈ എടുത്ത സമയത്ത് സെക്ഷൻ്റെ ഹൈ ഉണ്ട്, നല്ലൊരു ഏരിയയാണ്, പ്രൈസ് റിയാക്ട് ചെയ്ത് വന്നു. ഇവിടെ ലിക്വിഡിറ്റി എടുത്തു, ഈ ലോ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ പ്രൈസ് കയറി. വീണ്ടും നോക്കി ഈ ഹൈ എടുത്തു, റിയാക്ട് ചെയ്തു. അപ്പോൾ നമ്മളൊരു $10 ടാർഗറ്റ് വെച്ചിട്ട് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് അടിച്ച് വീണ്ടും നെക്സ്റ്റ് ഹൈ നോക്കിയാൽ ഇവിടെ 50 മിനിറ്റിൻ്റെ നല്ലൊരു IFCക്ക് ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിനേക്കാളും കൂടുതൽ ഇവിടെ നിന്ന് ഇറങ്ങുക. ഈ ഇറക്കം നോക്കി ഇവിടം വരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ വെച്ചാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ട്രേഡ് നോക്കിയാൽ വീണ്ടും ഒരു $10 അടിച്ച് ബ്രേക്ക് ചെയ്യാൻ അടിക്കുക. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മളൊരു $10 അടിച്ചു, സെക്കൻഡ് ഒരു $20 ടാർഗറ്റ് വെച്ചു. അപ്പോൾ നമുക്ക് 2 ടാർഗറ്റ് അടിച്ചു. ഇവിടേക്ക് ഓരോ ടാർഗറ്റ് വെച്ചായിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. വീണ്ടും പ്രൈസ് താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു പ്രീവിയസ് ഡേയുടെ ലോ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ബൈ നോക്കി കഴിയുമ്പോൾ പ്രൈസ് വലിയ രീതിയിൽ മൂവ് ചെയ്യുന്നില്ല. പിന്നെ നെഗറ്റീവായി വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്യാം, വേണമെങ്കിൽ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം. വീണ്ടും നെക്സ്റ്റ് ഡേ സംഭവിച്ചേക്കണം നോക്കിയാൽ പ്രീവിയസ് സെക്ഷൻ്റെ ലോ എടുത്തു, ബൈ എടുക്കുക, ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക. കണ്ടോ, വീണ്ടും ആ ഒരു ട്രേഡ് തന്നെ, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത്. ഇങ്ങനെ നമ്മൾ നോക്കി ട്രേഡ്സുകൾ എടുക്കണമെങ്കിൽ നമുക്ക് നല്ല ട്രേഡുകൾ, ചെറിയ ബൈയിലേക്കും സെല്ലിലേക്കും നല്ല ട്രേഡുകൾ എടുത്ത് എല്ലാം ടാർഗറ്റ് അടിക്കുക. നമ്മൾ വലിയ ടാർഗറ്റ് ഇതേപോലത്തെ മൂവ്മെൻറ്റ്സ് കിട്ടുമെന്ന് വിചാരിച്ച് ഇവിടെയൊക്കെ പോയി കുറേ ട്രേഡുകൾ എടുക്കും. ഈ ഒരു പൊസിഷനിലൊക്കെ പോയി 1, 2, 3, 4, 5 അങ്ങനെ 6, 7 ട്രേഡ്. അവസാനം ഈ ഒരു ട്രേഡ് വരുമ്പോൾ അതിൽ കയറിയുമില്ല. അതിനേക്കാൾ നല്ല ഈ ട്രേഡുകൾ എടുത്ത് പ്രോഫിറ്റ് വന്ന് ഈ ട്രേഡിൽ കയറിയില്ലെങ്കിലും നിങ്ങൾ നല്ല പ്രോഫിറ്റായി. നമ്മൾ ഈ വലിയ മൂവ്മെൻറ്റ്സ് നോക്കി പോകുമ്പോഴാണ് ചെറിയ മൂവ്മെൻറ്റ്സ്, അതാണ് നമ്മൾ കാശ് ഉണ്ടാക്കി തരുന്നത്. ഇപ്പോൾ നമ്മുടെ PNL എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീക്ക്ലി മന്ത്ലിയൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ ലോസുകൾ കാണാം. പക്ഷേ ഈ ലോസുകൾ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് വളരെ ചെറുതായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ലോസ് വെട്ടിയിട്ട് നിങ്ങളുടെ ആ ചെറിയ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലോസിനേക്കാളും വലുതായിട്ട് മാറണതാണ്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് പോയി ട്രേഡ് എടുക്കുമ്പോഴും വലിയ മൂവ്മെൻറ്റ്സ് പിടിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് ലോസുകൾ ഉണ്ടാകുന്നത്. അതൊക്കെ നമ്മുടെ ഇമോഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ട്രേഡുകൾ. ഒരിക്കലും ഇമോഷനിൽ വരുന്ന ട്രേഡുകൾ അതേ സെക്കൻഡിൽ തന്നെ കട്ട് ചെയ്യുക. ഞാൻ ആ ട്രേഡ് എടുക്കില്ല, ഞാൻ എൻ്റെ ഇമോഷനിൽ ഒരു ടാർഗറ്റ് വെക്കില്ല, ഞാൻ എൻ്റെ ഇമോഷനിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കില്ല. ഈ സാധനം നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് തീരാവുന്ന പ്രശ്നങ്ങൾ. ഇമോഷനൊക്കെ എപ്പോൾ വരുമ്പോൾ അപ്പോൾ ഈ സാധനം നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഇമോഷനിലാണോ ഞാൻ ആ ട്രേഡ് എടുക്കുന്നതെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. ഇനിയും പ്രൈസ് ഈ ലോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇനി ഈ ഹൈ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സെല്ലും ബൈയും നോക്കാം, 2 സൈഡിലേക്കും ട്രേഡ് നോക്കാം. പക്ഷേ ബൈയിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരുന്നത് ബൈ സൈഡിലേക്കായിരിക്കും. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഓൾറെഡി ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ബൈ സൈഡിലേക്കുള്ള ട്രേഡുകൾ എടുക്കണമെങ്കിൽ കുറച്ചും കൂടി അധികം പ്രോഫിറ്റ് കിട്ടുന്നതാണ്. നമുക്ക് നേരെ കറൻസികളിലേക്ക് വരാം. കറൻസികളും ഈ ആഴ്ച നല്ല ബുള്ളിഷ് ആയിരുന്നു അല്ലേ. ഒരുപാട് ബൈ എൻട്രിയും അതേപോലെ തന്നെ ഹൈഡൊക്കെ ലിക്വിഡിറ്റി ചെയ്ത് കഴിഞ്ഞപ്പോൾ സെൽ എൻട്രിയും കിട്ടിയതാണ്. നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം.
ന്യൂസിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കിയാൽ ന്യൂസ് സമയത്ത് നല്ല മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ചിലപ്പോൾ രണ്ട് സൈഡിലേക്ക് നടക്കും. ന്യൂസൊക്കെ പോയി പിടിക്കാതെ പരമാവധി നല്ല ട്രേഡുകൾ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നതും ന്യൂസ് ഇല്ലാത്ത സമയത്തൊക്കെ പോയി എടുക്കുന്നത് എന്ന് വെച്ചാൽ നല്ല മാനിപ്പുലേഷൻ ന്യൂസിലുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പറയുന്നത്. നമുക്ക് ഈ മന്ത് നോക്കിയാൽ പ്രീവിയസ് മന്തിൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തു, വീണ്ടും പ്രൈസ് കയറി വന്നത് അല്ലേ. വീക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ വീക്കിൽ നമുക്ക് ഇവിടെ ഒന്നും എടുത്ത് പറയാനൊന്നുമില്ല. ഇത് നല്ലൊരു ലിക്വിഡിറ്റിയാണ്, അത് പ്രൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരികയാണെങ്കിൽ ഡേയുടെ ഒരു OBയിൽ നിന്ന് തന്നെയാണ് പ്രൈസ് പോയേക്കുന്നത്. ഈ ഒരു OB ഫെയിൽ ആയിട്ടില്ല. നോക്കിയാൽ ഈ OB ആക്ടിവേറ്റ് ചെയ്ത് തന്നെ പോയേക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് കഴിഞ്ഞു, സെക്കൻഡ് ടാർഗറ്റ് കഴിഞ്ഞു, ഇനി അടുത്ത ടാർഗറ്റിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. നമുക്ക് നേരെ 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം ഇൻറ്റേർണലാണ്. 4 ഹവറിൽ ഇനിയിപ്പോൾ ഈ ഹൈക്ക് ഈ ഐഡിയും എടുക്കണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ബൈ നോക്കാം. അതേപോലെ ആ പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെയാണെങ്കിൽ ഇവിടെ ഒരു ഡിസിഷൻ OB ഉണ്ട്. ഈ ഡിസിഷൻ OB നമുക്ക് ബൈ നോക്കാം. ബൈയും കിട്ടുക, ബൈയും നോക്കുക, സെല്ലും നോക്കുക. ഞാൻ 2 ഓപ്പർച്യൂണിറ്റിയും പറയുന്നത് കണ്ട കറക്റ്റായിട്ട് ആ ന്യൂസ് സമയത്തിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് എടുത്ത് പല ആൾക്കാർ ഈ ട്രേഡ് എടുത്തിട്ട് എന്നോട് ചോദിച്ചു ഇത് വളരെ പെട്ടെന്ന് തന്നെ എൻട്രി. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഈ ട്രേഡ് എടുത്ത ആൾക്കാരോട്, ഈ ക്യാൻഡിൽ ടാർഗറ്റ് പെട്ടെന്ന് ഹിറ്റ് ചെയ്ത് കേട്ടാന്ന് പറഞ്ഞപ്പോൾ ഈ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ താഴത്തോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്, സെല്ലെടുത്തു. അത് ഞാൻ പറഞ്ഞത് കറൻസികളിൽ നിങ്ങൾ 2 സൈഡിലേക്കും ട്രേഡ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരുടെയും വിചാരം പ്രൈസ് കയറിപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞതാണ് ആ ട്രേഡ് എടുത്ത ആൾക്കാരോട്. വീണ്ടും നോക്കിയത് ഹോൾഡ് ചെയ്യേണ്ട, പ്രൈസ് താഴേക്ക് ഇറങ്ങും, ഒന്നെങ്കിൽ ആ ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുത്ത് ബൈ എടുത്തിരിക്കുന്നത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ക്യാൻഡിലേക്ക് കാണുമ്പോൾ വീണ്ടും കൊതിയാണ്, അടുത്തൊരു ക്യാൻഡിൽ ഇതേപോലെ വന്നാലോ എന്ന് വിചാരിച്ച് ഹോൾഡ് ചെയ്യും. കറക്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ല. അതെല്ലാം എന്ത് ചെയ്യും, തിരിച്ച് വന്ന് ബ്രേക്ക് ഇവൻ അടിച്ച് ആ ആഴ്ച തന്നെ ശോകമായി പോകും. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താ, ഇതേപോലെയുള്ള ട്രേഡുകളും പിക്ക് ചെയ്യാനായിട്ട് പരമാവധി നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ഞാൻ പറഞ്ഞ 2 സൈഡിലേക്ക്, ചിലപ്പോൾ പ്രൈസ് ഒരു സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്യും. പിന്നെ നമ്മളുടെ ഗോൾഡ് ബുള്ളിഷ് ആണെങ്കിൽ ഓൾറെഡി കറൻസികളെല്ലാം ബുള്ളിഷ് ആകുന്നുണ്ട്. ഗോൾഡ് ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ കറൻസികളെല്ലാം ബിയറിഷ് ആകുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഇതിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. മൊത്തത്തിൽ നമ്മളിപ്പോൾ കണ്ട മൂവ്മെൻറ്റ്സ് ഒന്നും ആയിരിക്കില്ല. ഗോൾഡ് ബുള്ളിഷ് ആകുമ്പോൾ ബ്രിട്ടീഷ് പൗണ്ട് ബിയറിഷിലേക്ക് വരാം, ഓസ്ട്രേലിയൻ ഡോളർ റേഞ്ചിലേക്ക് വരാം. ഇതിനൊക്കെ ഓപ്പോസിറ്റായിട്ടായിരിക്കും യൂറോ പോകുന്നത്. ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ പിന്നെ ഇതെല്ലാം സംഭവിക്കാൻ വന്നത്. ഇപ്പോൾ മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുമ്പോൾ പല ആൾക്കാർ ആ ഗോൾഡിൽ ഒരു ബൈ എടുത്താണ്. നമുക്കിപ്പോൾ ഈ സമയത്ത് ബ്രിട്ടീഷ് പൗണ്ടിൽ അതിലെല്ലാത്തിലും പോയി ബൈ എടുക്കാമെന്ന് പറയും. അപ്പോൾ നല്ല ലോസ് പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും നല്ല രീതിയിൽ വാച്ച് ചെയ്ത് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് മന്ത് കണ്ടു, നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ട് പോലെ തന്നെ ഒരു ബുള്ളിഷാണ്. പ്രീവിയസ് മന്തിൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഡേയിലാണെന്ന് വീക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും പ്രൈസ് ഈ ആഴ്ച വീക്കിൻ്റെ നല്ല ബുള്ളിഷായിരുന്നു. ഈ ഹൈയിൽ പ്രൈസ് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഡേയിലേക്ക് പോകാം. ഡേയിലേക്ക് വന്നു കഴിയുമ്പോൾ ഡേയുടെ ഒരു OBയിൽ പ്രൈസ് വന്നിട്ട് നമ്മുടെ യൂറോയിസ്റ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട്. പ്രൈസ് ഇവിടെ നിന്ന് നല്ല റിയാക്ഷനൊക്കെ തരും. നമ്മൾ സ്വിംഗ് ട്രേഡൊക്കെ എടുക്കും, വീണ്ടും ആ ഹൈ എടുത്തിട്ട് പ്രൈസ് താഴേക്ക് പോകും. യൂറോസ്റ്റിൽ എപ്പോഴും പറയും, ഞാൻ യൂറോസ്റ്റിൽ സ്വിംഗ് ട്രേഡ് എടുക്കാത്ത റീസൺ തന്നെ ഈ ഒരു സെറ്റപ്പ് വരുന്നത് കൊണ്ടാണ്. നമ്മൾ ഇതേപോലെയുള്ള ക്യാൻഡിൽസൊക്കെ കണ്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഈ ഹൈ എടുത്ത് പോകും. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസൊക്കെ ഇതുണ്ട്. എന്നാലും ഒരുവിധം നല്ല രീതിയിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരാഴ്ചയാണ്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും 4 ഹവറിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഓൾറെഡി ബിയറിഷ് സ്ട്രക്ചറിൽ തന്നെയിരിക്കണം. 4 ഹവറിൻ്റെ OB ഓൾറെഡി ഫെയിലായി. ഇപ്പോൾ ഡേയുടെ OB ഇനി ഇവിടെ നല്ലൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട്, അതായത് ഈ ഓരോ OBയിൽ പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് പോകണമെങ്കിൽ സെല്ല് തന്നെ നോക്കുക. അല്ല ഈ ഹൈ ബോഡി ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡേയിൽ ആ OB ഫെയിൽ ആകണമെങ്കിൽ ബൈയിലേക്ക് നോക്കുക. ഞാൻ പറയുന്നത് സ്വിംഗ് ട്രേഡ് നോക്കണതിനേക്കാൾ നല്ല 2 സൈഡിലേക്ക് നോക്കുക. ഇതേപോലെയുള്ള ഹൈ ടൈം ഫ്രെയിമിലൊക്കെ വരുമ്പോൾ മാത്രം സ്വിംഗ് നോക്കുന്നത് നല്ലത്, അല്ലാത്ത സമയത്തല്ല. ചെറിയ ചെറിയ ട്രേഡുകൾ മാത്രം പിടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ 1 ഹവറിൻ്റെ ക്യാൻഡിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഹവറിൻ്റെ സ്ട്രക്ചറും ഓൾറെഡി ബിയറിഷ് തന്നെ അല്ലേ. 1 ഹവർ, 4 ഹവർ, ഡേ എല്ലാം ബിയറിഷാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ശരിക്കും മൾട്ടിപ്പിൾ PO ഉണ്ടായിരുന്നത് നല്ലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസിൻ്റെ മാനിപ്പുലേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പരമാവധി സ്വിംഗ് ട്രേഡ് പിടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ അനാലിസിസൊക്കെ നോക്കുമ്പോൾ പ്രൈസ് നല്ല ബിയറിഷ് ആയിരിക്കും. പക്ഷേ കറൻസി ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കയറി വരാം. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ന്യൂസിൽ പോസിറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റും ടെക്നിക്കൽ പരമായിട്ട് വർക്ക് ചെയ്യാതെ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാകുന്നത് കറൻസികളിലാണ്. കറൻസികളൊരു കൺട്രിയുടെ കറൻസി അല്ല. അപ്പോൾ ഓരോ കൺട്രീനെയും ബാധിക്കുമ്പോൾ അവിടെ ടെക്നിക്കലിനേക്കാളും കൂടുതൽ ഫണ്ടമെൻ്റലി അവിടെ വർക്കാകും.
അപ്പോൾ ആ സമയത്താണ് നമ്മൾ ടെക്നിക്കൽ പരമായിട്ട് പോയിട്ട് ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ട്രേഡ് എടുക്കണമെങ്കിൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് പറയുകയാണെങ്കിൽ പ്രീവിയസ് മന്ത് ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു, അതിൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യത. വീക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഹൈ പ്രൈസ് വന്നിട്ട് ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഡേയിലേക്ക് വരികയാണെങ്കിൽ പ്രൈസ് മേജർ ഹൈയും ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി, അപ്പോൾ ഈ വീണ്ടും ഇവിടെ നിന്നൊരു പുൾ ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യത തന്നെ കൂടുതലാണ്. അപ്പോൾ നല്ലൊരു സെല്ലൊക്കെ എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ 4 ഹവറിലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് നമുക്ക് ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഹവറിൻ്റെ ഐഡിയ എടുക്കുമ്പോഴാണെങ്കിലും 4 ഹവറിൻ്റെ ഡിസിഷൻ ഹോബിയിൽ എനിക്ക് തോന്നുന്നത് ഇത് വരുമെന്ന് തോന്നുന്നു. അതിൽ ഐഡിയം എടുത്ത് നേരെ ഡിസിഷൻ ഹോബിൽ വേണമെങ്കിൽ ഉറപ്പായിട്ട് ഈ ബൈ എടുക്കുക. എന്ന് വെച്ചാൽ അതൊരു ഹൈ പ്രയോറിറ്റി ട്രേഡാണ്. അതായത് ഈ ഐഡിയം എടുത്ത് അതേസമയം ഈ ഐഡിയം എടുത്ത ക്യാൻഡിൽ ഈ ഡിസിഷൻ ഹോബിയിലും കൂടി വരികയാണെങ്കിൽ അത് നല്ല റിയാക്ഷൻ തരും. അപ്പോൾ ആ ട്രേഡ് ബൈ എടുക്കുക. അതായത് സെല്ല് മാത്രം നോക്കരുത്, ബൈയും നോക്കുക. അപ്പോൾ നേരെ 1 ഹവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും 1 ഹവറിലേക്ക് വരികയാണെങ്കിൽ 1 ഹവറിൻ്റെ ഐഡിയം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ അവിടെ ഐഡിയം ഉണ്ട്, ഡിസിഷൻ ഹോബി ഉണ്ട്. തൊട്ട് മുമ്പത്തെ സ്ട്രക്ചറിൽ ഇവിടെ നമുക്ക് എന്താ ഇപ്പോൾ ഐഡിയം എടുത്തിട്ടുണ്ട്, ഡിസിഷൻ ഹോബി, മൾട്ടിപ്പിൾ POI ഉണ്ട്. ഇപ്പോൾ 4 ഹവറിൻ്റെ ഹോബി ഉണ്ട്. ഇതൊക്കെ വന്ന് ഇതെല്ലാത്തിലും കൂടി മിറ്റിഗേറ്റ് ചെയ്തിട്ട് പോകണമെങ്കിൽ നല്ല റിയാക്ഷൻ ഉണ്ടാവും, ബൈ എടുക്കും. അതേപോലെ സെല്ല് ഈ ഒരു മേജർ ഹൈ എടുത്തിരിക്കുന്ന ഈ സെല്ല് കിട്ടുകയാണെങ്കിലും ഒരു ലോങ് ടൈം സെല്ലും കൂടി നോക്കുക. 2 സൈഡിലേക്കും ട്രേഡുകൾ നോക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.